പാലക്കാട് മണ്ണാർക്കാട് നിപ്പ ബാധിച്ച് മരിച്ച 57-കാരന്റെ സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. രോഗലക്ഷണങ്ങളുള്ള മറ്റൊരാളുടെ പരിശോധനാ ഫലം നാളെ പുറത്തുവരുമെന്ന് കൂടി അറിയുന്നു. ശ്രീകുമാർ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് ചേരുന്നു. ശ്രീത്ത്, എന്താണ് വിശദാംശങ്ങൾ? പ്രജിൻ, നല്ല ആശങ്കയുണ്ടായിരുന്നു. ഈ രണ്ടുപേരാണ് ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട രണ്ടുപേരാണ്. ഹൈറിസ്ക് കോണ്ടാക്റ്റിലായിരുന്നു ഇവർ രണ്ടുപേരും ഉൾപ്പെട്ടിരുന്നത്. ഇതൊരു ആരോഗ്യ പ്രവർത്തകയും അതുപോലെ തന്നെ മറ്റൊരു ബന്ധു കൂടിയാണ്. ഈ ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലമാണ് ഇന്നലെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു. ഇന്ന് മഞ്ചേരി ലാബിൽ നിന്ന് ആ പരിശോധനാ ഫലം പുറത്തു വരികയാണ്. അത് നെഗറ്റീവാണ് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. നല്ല പനിയുണ്ടായിരുന്നു, നല്ല രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ആരോഗ്യവകുപ്പ് തെല്ലൊന്ന് ആശങ്കപ്പെട്ടിരുന്നു. എന്തായാലും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്നേക്ക് അവർ ഫിറ്റാണ്, അവർക്ക് മറ്റു പ്രശ്നങ്ങളില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊരാളുടെ സാമ്പിളിന്റെ പരിശോധനാ ഫലം നാളെയാണ് വരിക. അത് ഇവരുടെ അടുത്ത ബന്ധു കൂടിയാണ്. എന്തായാലും അവർക്കും രോഗലക്ഷണങ്ങളുണ്ട്, അതും നെഗറ്റീവ് ആകണം എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മറ്റ് കണ്ടെയ്ൻമെന്റ് സോണുകളിലടക്കം 17 വാർഡുകളാണ്, 3 പഞ്ചായത്തുകളിലായി 17 വാർഡുകളിലാണ് ഇത്തരത്തിൽ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയിട്ടുള്ളത്. കർശനമായ ജാഗ്രതാ നിർദ്ദേശവും ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. ശ്രീകുമാറിനാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.